സ്ഥൂലസൂക്ഷ്മമഹാരൗദ്രേ മഹാശക്തിമഹോദരേ മഹാപാപഹരേ ദേവി മഹാലക്ഷ്മീ നമോസ്തുതേ. ദേവീ ശരണം അമ്മേ. ധാതാവായി സൃഷ്ടി ചെയ്തും ധരയുടെ പതിയായി പാലനം ചെയ്തുമെങ്ങും ഭൂതാത്മാവായൊടുക്കം പ്രളയജലധിയിൽ സംഹരിച്ചും ചരിച്ചും നീതാനല്ലോലസിപ്പൂ കൊടിയ ഭവഭയാതങ്കസംഗത്തിൽ നിന്നും മാതാവേ കാത്തുരക്ഷിക്കുക. കഴലിണയിൽ ക്ഷീണനായി വീണുരന്നേ. ദേവീ ശരണം അമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാല വന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ പ്രഭാഷണ വേദിയിലേക്ക്, യജ്ഞവേദിയിലേക്ക് എല്ലാ സജ്ജനങ്ങൾക്കും സുസ്വാഗതം. ഷഷ്ഠസ്കന്ധം 16-ാമത്തെ അധ്യായം. ഹൈഹയന്മാര് ബ്രാഹ്മണരെ വധിച്ചും അവരുടെ സ്വത്തുക്കളെ തട്ടിയെടുത്തും നടക്കുന്ന സമയത്ത് അതിൻ്റെ ഗുണദോഷങ്ങളെ പറഞ്ഞു മനസ്സിലാക്കാനെത്തിയ മഹാത്മാക്കളായിട്ടുള്ള ബ്രാഹ്മണരോട് ഈ ഹൈഹയന്മാർ പറയുന്ന ഭാഗങ്ങളെയാണ് അവലോകനം ചെയ്തുകൊണ്ടുവരുന്നത്. തുടർന്നുകൊണ്ട് വ്യാസൻ പറയുന്നു: ഇത്യുക്ത്വാ ഹേതുമദ്വാക്യം താനാശ്വാസ്യ മുനീനഥ വിജേരുശ്ച വിചിന്വാന ഭൃഗുതാരാനേകശ. ഇങ്ങനെ ആ ബ്രാഹ്മണരെ യുക്തിപൂർവം പറഞ്ഞ് ആശ്വസിപ്പിച്ചിട്ട് ഹൈഹയന്മാരെ ഭൃഗുപത്നിമാരെ അന്വേഷിച്ച് പുറപ്പെട്ടു. ഭയാർത്തരായ ഭൃഗുപത്നിമാരെ അങ്ങേയറ്റം പേടിച്ചു വിറച്ചുകൊണ്ട് വിലപിച്ചുകൊണ്ട് ഹിമവൽ പർവ്വതത്തിൽ അഭയം തേടി എന്നാണ് പറയണത്. ഇങ്ങനെ ധനലോലുപരും പാപകർമ്മങ്ങളിൽ ഏർപ്പെട്ടവരുമായിട്ടുള്ള ഹേഹയ രാജാക്കന്മാരെ ബ്രാഹ്മണരെ നന്നേ പീഡിപ്പിച്ചും വധിച്ചും കൊണ്ടു നടന്നു. ലോഭം ഒന്നു മാത്രമാണ് മനുഷ്യദേഹത്തിലുള്ള മഹാശത്രു. അതാണ് സർവദുഃഖങ്ങൾക്കും ആവാസസ്ഥാനമായിരിക്കുന്നത്. ദുഃഖപ്രദനും പ്രാണനാശകനുമാണ് ഈ ലോഭം എന്ന് പറയാണ് വ്യാസൻ. അത്യാഗ്രഹത്തോടു കൂടിയവനാണ് സർവപാപത്തിനും സർവദാ കാരണമായിട്ട് ഭവിക്കുന്നത്. അങ്ങനെയുള്ളവര് ത്രിവർണങ്ങളുടെയും വിരോധിയും സർവദുഃഖങ്ങൾക്കും കാരണഭൂതരും ആയിത്തീരുന്നു. അങ്ങനെയുള്ളവരെ ലോഭം നിമിത്തം ധർമ്മം വെടിയും, അതുപോലെ കുലധർമ്മവും വെടിയും, അമ്മയെയും സഹോദരനെയും പിതാവിനെയും ബന്ധുവിനെയും എല്ലാവരെയും വധിക്കും. ഗുരു, മിത്രം, ഭാര്യ, പുത്രൻ, സഹോദരൻ, സഹോദരി ഇവരെയൊന്നും വധിക്കാൻ പാടില്ല എന്നൊക്കെ ധർമ്മം പറയുന്നുണ്ടായിരുന്നുണ്ടെങ്കിലും ലോഭികള് അതൊന്നും ചെയ്യാൻ മടിക്കില്ല. ലോഭികളായിട്ടുള്ള ഒരുത്തൻ പാപമോഹിതനായി എന്തെല്ലാം ചെയ്യരുതാത്ത കർമ്മങ്ങൾ ഉണ്ടോ അതെല്ലാം യഥേഷ്ടം യാതൊരു ഭയവുമില്ലാതെ കണ്ട് ധനത്തിന് വേണ്ടിയിട്ട് ചെയ്തു നടക്കും. ക്രോധത്തെക്കാളും കാമത്തെക്കാളും അഹങ്കാരത്തെക്കാളും വലിയ ശത്രുവാണ് ഈ ലോഭം. ക്രോധോൽക്കാമാദഹങ്കാരാല്ലോഭയേവ മഹാരിപു പ്രാണാം ത്യജതി ലോഭേന കിം പുനഃസ്യാദനാവൃതം. ലോഭം നിമിത്തം ഒരുവൻ പ്രാണൻ പോലും ത്യജിച്ചു എന്ന് വരും. അപ്പോൾ പിന്നെ അവൻ സ്വന്തം പ്രാണൻ തന്നെ ഈ ലോഭം കാരണം ത്യജിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരുത്തൻ പിന്നെ മറ്റുള്ള ഹിംസാദിവൃത്തികൾ ചെയ്യുന്നു എന്നതിൽ എന്താണ് അത്ഭുതമായിട്ടിരിക്കുന്നത്? എല്ലാ അധർമ്മങ്ങളും ചെയ്യാൻ അവരൊരിക്കലും മടിക്കില്ല. അതുകൊണ്ട് ഹേ ജനമേജയ, അങ്ങയുടെ പൂർവികന്മാര് ധർമ്മജ്ഞരും സന്മാർഗികളുമായിരുന്നു. ആ പാണ്ഡവരും കൗരവരും ലോഭം നിമിത്തമാണ് നശിച്ചത് എന്നും ഇവിടെ സൂചിപ്പിച്ചു. കഥ പറഞ്ഞു വന്നു. ഹൈഹയന്മാരുടെ കഥയാണ് പറഞ്ഞു വന്നത്. എങ്കിലും ആ ലോഭം എന്നുള്ളത്
എത്തരത്തിലാണ് ഒരുത്തനെ നശിപ്പിക്കുക എന്നുള്ളതിനെ അറിയാനായിട്ട് ഹേ ജനമേജയ, ഹേ രാജൻ, മറ്റെവിടേക്കും അങ്ങ് പോകേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. മറ്റു രാജാക്കന്മാരുടെയോ മറ്റുള്ളവരുടെയോ കഥയൊന്നും അങ്ങ് കേൾക്കേണ്ടതായിട്ടുള്ള ആവശ്യമില്ല. അങ്ങയുടെ പൂർവികന്മാർ തന്നെ ഈ ലോഭം കാരണമല്ലേ നശിച്ചത് എന്ന് പറയുകയാണ്. എന്താ? ധർമ്മജ്ഞരാണ്, സന്മാർഗികളാണ് പാണ്ഡുപുത്രന്മാരും ധർമ്മപുത്രരുടെ പുത്രന്മാരും കൗരവരും. പക്ഷേ അവരുടെ നാശത്തിന് കാരണം ആ ലോഭം തന്നെയല്ലേ? അവിടെ ഭീഷ്മരും ദ്രോണരും കൃപരും കർണനും ബാഹ്ലികനും ഭീമസേനനും ധർമ്മപുത്രരും അതുപോലെ അർജുനനും, എന്തിനേറെ പറയണോ കേശവനും ഉണ്ടായിരുന്നു. എങ്കിലും അവർ പരസ്പരം അത്യുഗ്രമായിട്ടുള്ള യുദ്ധം ചെയ്തു. ലോഭം നിമിത്തം കുടുംബത്തിന് അവർ ഒട്ടേറെ ദുഃഖം വരുത്തി വെച്ചു. ദ്രോണരെ വധിക്കപ്പെട്ടു. ബ്രാഹ്മണകുലത്തിൽ ജനിച്ച, ആ ഭൃഗുകുലത്തിൽ ജനിച്ച ജമദഗ്നിയുടെ പുത്രനായിരിക്കുന്നതായിട്ടുള്ള ആ ദ്രോണരും കൊല്ലപ്പെട്ടു എന്ന് പറയാണ്. ഭരദ്വാജന്റെ പുത്രനായിരിക്കുന്നതായിട്ടുള്ള ജമദഗ്നിയുടെയല്ല, ഭരദ്വാജന്റെ പുത്രനായിരിക്കുന്ന ദ്രോണരും കൊല്ലപ്പെട്ടു. ഭീഷ്മർ കൊല്ലപ്പെട്ടു. അതുപോലെ തന്നെ പാണ്ഡവപുത്രന്മാരും സഹോദരന്മാരും പിതാക്കന്മാരും പുത്രന്മാരും എല്ലാം ആ യുദ്ധത്തിൽ, മഹാഭാരത യുദ്ധത്തിൽ കൊല്ലപ്പെട്ടില്ലേ? അതുകൊണ്ട് ഹേ രാജൻ, ലോഭം പിടിപെട്ട മനുഷ്യൻ എന്താ ചെയ്യാത്തത്? പാപാത്മാക്കളായ ഹൈഹയന്മാർ അങ്ങനെയാണ് ഭൃഗുക്കളെയെല്ലാം വധിച്ചത് എന്ന് പറയാണ്. അപ്പോൾ ഈ ലോഭം എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ കടന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ അത് എപ്രകാരമാണ് നാശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെ ഇവിടെ പല ഉദാഹരണങ്ങളിലൂടെ കാണിച്ചു തരികയാണ്. ഹൈഹയ രാജാക്കന്മാരുടെ ഉദാഹരണത്തിലൂടെ കാണിച്ചു തന്നു. ഇതാ പാണ്ഡവ കൗരവന്മാരിലൂടെ കാണിച്ചു തന്നു അല്ലേ? ഭഗവാൻ ശ്രീകൃഷ്ണൻ ശാന്തിദൂതനായിക്കൊണ്ട് ചെന്നു. ആ സഭയിൽ വെച്ച്, എല്ലാവരും ഇരിക്കുന്ന സഭയിൽ വെച്ച്, പകുതി രാജ്യം പാണ്ഡവന്മാർക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞു. കൊടുക്കാൻ തയ്യാറായില്ല ദുര്യോധനാദികള്. വേണ്ട, 5 ഗ്രാമങ്ങൾ കൊടുക്കൂ എന്ന് പറഞ്ഞു. തയ്യാറായില്ല. 5 ഗൃഹങ്ങള് ഹസ്തിനാപുരത്തിൽ അവർക്ക് കൊടുക്കൂ താമസിക്കാൻ. ലോഭി ദുര്യോധനൻ തയ്യാറായില്ല. 5 പേർക്കും ചെന്ന 1 ഗൃഹമെങ്കിലും കൊടുക്കൂ താമസിക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അപ്പോഴല്ലേ ദുര്യോധനൻ എണീറ്റ് നിന്ന് പറഞ്ഞത്, കൃഷ്ണ, ഞാൻ അവർക്ക് ഒരു സൂചി കുത്താനുള്ള ഭൂമി പോലും ഞാൻ കൊടുക്കില്ല എന്ന് പറഞ്ഞു. എന്താ ഇതിനുള്ള കാരണം? ലോഭമല്ലേ? ആ ഭൂമി, സ്വത്ത്, സമ്പത്ത് ഒക്കെ തനിക്ക് വേണം. ഒരു സൂചിമുന കുത്താവുന്ന സ്ഥലം പോലും കൊടുക്കില്ല എന്ന് പറയുമ്പോൾ ആ ലോഭം ദുര്യോധനാദികളിലെ എത്രയേറെ വന്നിരുന്നു, ഉള്ളിൽ കടന്നിരുന്നു എന്നുള്ളതല്ലേ അവിടെ കാണേണ്ടത്. എപ്പോഴാണോ ഇത്തരത്തിലുള്ള ലോഭ ചിന്തകൾ നമ്മുടെ ഉള്ളിൽ കൂടി ഇതാ അധികരിച്ച് ഒരു പരിധി കഴിഞ്ഞു പോകുന്നത്, അപ്പോൾ അത് നമ്മളുടെ സർവനാശത്തിനും കാരണമായിട്ട് ഭവിക്കുന്നു. അങ്ങനെയല്ലേ കൗരവകുലം മുഴുവൻ നശിച്ചത്? ദുര്യോധനനടക്കമുള്ള 100 പുത്രന്മാരുടെ നാശം അങ്ങനെയല്ലേ ഉണ്ടായത്? അവർ മാത്രമാണോ ആ യുദ്ധത്തിൽ പങ്കെടുത്ത എത്ര രാജാക്കന്മാര് നശിച്ചു? അവരുടെ പുത്രകളത്രാദികളെ എത്ര പേര് നശിച്ചു? അവരുടെ കുടുംബം എപ്രകാരം നശിച്ചു? അവരുടെയൊക്കെ ഭാര്യമാര് എപ്രകാരം വിധവകളായി? അവരുടെ കുഞ്ഞുങ്ങൾക്ക് എപ്രകാരം അച്ഛനില്ലാതെ കണ്ടായി? ഗർഭസ്ഥരായിട്ടുള്ള പല സ്ത്രീകളും പ്രസവിച്ച സമയത്ത് ആ കുഞ്ഞുങ്ങൾക്ക് പിതാവ് പോലും ഇല്ലാതെ, അച്ഛനില്ലാതെയല്ലേ ആ കുട്ടികളൊക്കെ ജനിച്ചത്, വളരേണ്ടി വന്നത് പിന്നീട്. ഇതിനൊക്കെയുള്ള കാരണം എന്തായിരുന്നു? കൗരവന്മാരുടെ ആ ലോഭം എന്നുള്ളതാണ്. അതാണ് ഇവിടെ പറഞ്ഞു തന്നത്. അങ്ങയുടെ വംശവും ഈ ലോഭം കൊണ്ട് തന്നെയല്ലേ നശിച്ചുപോയത്? അപ്പോൾ ഈ ലോഭം എന്നുള്ളത് എപ്രകാരം
നമ്മളെ നാശത്തിലേക്ക് തള്ളിവിടുന്നു. അതുകൊണ്ടാണ് ഇവിടെ ആ മുമ്പത്തെ ശ്ലോകത്തിൽ അവിടെ പറഞ്ഞത്, ക്രോധത്തെക്കാളും കാമത്തെക്കാളും അഹങ്കാരത്തെക്കാളും വലിയ ശത്രുവാണ് ഈ ലോഭം എന്നുള്ളത്. അത് നമ്മളെ വിടണില്ല. ക്രോധം ആർക്കും തുടർച്ചയായിട്ടുണ്ടാവാറില്ല. കുറച്ച് സമയത്തിലേക്കുണ്ടാവാം. അത് കഴിഞ്ഞാൽ ആ ക്രോധം കുറച്ചൊക്കെ താഴ്ന്നു പോവും, ശമിക്കും. അഹങ്കാരം ഉണ്ടാവും, പക്ഷേ എപ്പോഴും അഹങ്കാരം തലയിൽ വെച്ച് നടക്കാറില്ല. ചിലപ്പോൾ ആ അഹങ്കാരത്തിന് ഒരു ശമനം ഉണ്ടാവും. കാമാദികള് ഉണ്ടാവുന്നുണ്ട്, പക്ഷെ എപ്പോഴും ആ കാമത്തിൻ്റെ പിന്നിൽ ഒരേ കാമത്തിൻ്റെ പിന്നിൽ പോവാറില്ല. അതുകൊണ്ട് അതിൽ നിന്നുമൊക്കെ ദോഷം തന്നെയാണ് ഫലം, അഹങ്കാരം കൊണ്ടും കാമം കൊണ്ടും എല്ലാം എന്നുണ്ടെങ്കിലും എപ്രകാരമാണോ ഈ ലോഭം നമ്മളെ സർവനാശത്തിലേക്ക് നയിക്കുന്നത്, അപ്രകാരം മറ്റൊന്നും നശിക്കുന്നില്ല എന്നുള്ളതിനെ അവിടെ കാണിച്ചു തരികയാണ്. കാരണം ഈ ലോഭം വിട്ടുപോകാത്തതായിട്ടുള്ള ഒരു വ്യാധിയാണ് നമ്മുടെ ഉള്ളിൽ എന്ന് പറയുകയാണ്. എന്തായാലും ഇതോടുകൂടി ഇവിടെ ഈ 16-ാമത്തെ അധ്യായം വ്യാസൻ പരിസമാപിക്കുന്നു. തുടർച്ചയുള്ള ഭാഗം ജനമേജയന്റെ ചോദ്യത്തോടുകൂടി അടുത്ത അധ്യായത്തിലാണ് തുടരുന്നത്. എല്ലാവർക്കും ശുഭ